ഒരാഴ്ച മുൻപാണ് കൊച്ചി MG റോഡിലുള്ള ഇരുനില കെട്ടിടം സമീപത്തെ കെട്ടിടത്തിലേക്ക് ചെരിഞ്ഞ് വീഴുന്നത്. അതായത് ഈ ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് ഇത് ഉയർത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു കെട്ടിടം ചെരിയുന്ന അവസ്ഥയിലേക്ക് മാറിയത്. പിന്നീട് കോർപ്പറേഷൻ അടക്കം ഇതിൽ ഇടപെടുകയും ഈ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് ഇതിൻ്റെ ഉടമസ്ഥനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ നിലവിൽ മേൽക്കൂര അടക്കം പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഈ തറയിൽ വെള്ളം ഈ മഴക്കാലത്ത് കെട്ടിടത്തിനകത്തേക്ക് വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ടാണ് ചെന്നൈ ആസ്ഥാനമായുള്ളൊരു കമ്പനിക്ക് ഇതിൻ്റെ അടിത്തറ ഉയർത്താനുള്ളൊരു കരാറ് ഇതിൻ്റെ മുതലാളി നൽകിയിരുന്നത്. ഏതായാലും ഇതിൻ്റെ മുതലാളി ഇക്ബാൽ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ ശരിക്കും എന്തായിരുന്നു ഒരു സംഭവം? ഇത് നമ്മൾ ബിൽഡിംഗ് പൊക്കാനേൽപ്പിച്ച ഒരു നോവ കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു പ്രശ്നം കൊണ്ടാണ് സംഭവിച്ചത്. ജാക്കി താഴത്ത് മാത്രം കൊടുത്തിട്ടുണ്ടായില്ല, ഫ്രണ്ട് മറ്റേ ബിൽഡിങ്ങായിട്ടുള്ള ടൈറ്റ് ചെയ്തിട്ടുണ്ടായില്ല ജാക്കി. അതിൻ്റെ പ്രശ്നം കൊണ്ടാണിത് താഴത്തേക്ക് വീണത്. ഇത് മഴ ആയതുകൊണ്ട് വെള്ളം കയറുന്നതുകൊണ്ട് പൊക്കാൻ വേണ്ടി വെള്ളം കയറുന്നതിലുള്ള ഇത് MG റോഡല്ലേ, വെള്ളം കയറുമ്പോൾ അതിന് പൊക്കി ഇതിന് മുമ്പ് വാടക കൊടുത്ത ആൾക്കാർ ഒഴിഞ്ഞു പോയി. അപ്പോൾ ഇത് പൊക്കി കൊടുത്തിട്ട് വാടക കൊടുക്കാമെന്ന് വിചാരിച്ചാണ് നമ്മളിത് ചെയ്തത്. ഈ ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച കമ്പനിയുടെ ഒരു ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയാണല്ലോ? അതെ, ഹൈഡ്രോളിക് കമ്പനിയുടെ ഭാഗത്തുള്ള വീഴ്ച. അതിൽ അവരെന്തെങ്കിലും പിന്നീട് ഈ അപകടം നടന്നതിന് ശേഷം കമ്പനി എന്തെങ്കിലും ഒരു വിശദീകരണം നൽകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപരിഹാരം സംബന്ധിച്ച് എന്തെങ്കിലും ചർച്ചകൾ നടത്തിയിരുന്നോ? ഒരു വിശദീകരണവും തന്നിട്ടില്ല, നഷ്ടപരിഹാരവും ഇല്ല. പുള്ളിക്ക് ഞാൻ അങ്ങടെ കാശ് കൊടുക്കാനാണ് പറയണത്, ചിലവ് കാശ്. വലിയ നഷ്ടം. അതായത് ഇപ്പോൾ ഈ കെട്ടിടം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടമാണ്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന കെട്ടിടമാണ്. അപ്പോൾ ഇത് തകർന്ന് വീഴും അല്ലെങ്കിൽ ഇത് പൂർണ്ണമായി പൊളിച്ചു കളയുമ്പോൾ വലിയ തോതിൽ നഷ്ടമുണ്ടാവും. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പുതിയ ബിൽഡിംഗ് പണിയാനുള്ള ഇതും എല്ലൊക്കെ വേണ്ടേ, വെറുതെ MG റോഡിൽ വേറെ സ്ഥലം വിട്ടിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു നടപടിക്ക് എന്നത്തേക്ക് പൊളിച്ചു മാറ്റാൻ പറ്റുമെന്നാണ്? ഇപ്പം നിങ്ങൾ തന്നെയാണോ അത് പൊളിച്ചു മാറ്റുന്നത്? നമ്മുടെ ആൾക്കാർ തന്നെ 1 വീക്കിനുള്ളിൽ പൊളിച്ചു മാറ്റും. പൂർണ്ണമായും പൊളിച്ചു മാറ്റും. ഇതിൻ്റെ മേൽക്കൂര അടക്കുമ്പോൾ പൂർണ്ണമായി പൊളിച്ചു കഴിഞ്ഞു. പൊളിച്ചു കഴിഞ്ഞു. മേൽക്കൂരെല്ലാം അത്ര ശക്തമാക്കിയിട്ടാണോ ഇപ്പോൾ ഈ മേൽക്കൂര പൊളിക്കുന്നത്? അടിത്തറ സ്ട്രോങ് ആക്കിയിട്ടാണ് ചെയ്തത്. ഈ പൊളിച്ചു മാറ്റത്തിൻ്റെ ചിലവ് നിങ്ങൾ തന്നെയാണ് വഹിക്കുന്നത്? എല്ലാ ചിലവും ഞാൻ തന്നെയാണ്. ഇപ്പോൾ നല്ല നഷ്ടമുണ്ട്. ഉടമസ്ഥൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥനായ ഇക്ബാലാണ് നമ്മളോട് സംസാരിച്ചത്. വലിയ നഷ്ടം അദ്ദേഹത്തിനും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇത് ഈ കരാർ നൽകിയിരുന്ന കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ്. ഈ അടിത്തറ ഹൈഡ്രോളിക് ജാക്കി ഉപയോഗിച്ച് ഉയർത്താനായിരുന്നു ഇവർ ശ്രമിച്ചിരുന്നത്. അതിനിടയിലാണിത് ഹൈഡ്രോളിക് ജാക്കിൽ നിന്നും തെന്നി മാറി സമീപത്തെ കെട്ടിടത്തിലേക്ക് ഇത് ചെഴിയുന്നത്. ഇപ്പോൾ സമീപത്തുള്ള കെട്ടിടത്തിൽ കൂടി താങ്ങിയാണ് ഇത് നിൽക്കുന്നത്. ഏതായാലും വലിയ തോതിലുള്ള നാശനഷ്ടം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കെട്ടിടത്തിൻ്റെ ആകെ മൂല്യം, ഒപ്പം തന്നെ ഇത് പൊളിച്ചു മാറ്റുന്നുള്ള നടപടിക്രമങ്ങൾ, അതിൻ്റെ എല്ലാ നിയമ നടപടിയോ അല്ലെങ്കിൽ അതിൻ്റെ ചിലവുമൊക്കെ തന്നെ അദ്ദേഹമാണ് വഹിക്കുന്നത്. അങ്ങനെ വലിയ തോതിലുള്ളൊരു നഷ്ടം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിൽ നിന്നും ഈ കമ്പനിയിൽ നിന്നും കൃത്യമായൊരു വിശദീകരണം അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നൊരു പരാതി അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കടം കൂടി അദ്ദേഹത്തിനുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ നിതിൻ സേവ്യർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.